ഗോവൻ സ്റ്റൈൽ ബാങ്ഡ ഫിഷ് ഫ്രൈ. ബാങ്ഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയിലാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ മീൻ വറുക്കണത് പോലെയല്ല, ഒരു ഇൻഗ്രീഡിയന്റ് കൂടുതലായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതാണ് ഈ ഫിഷ് ഫ്രൈനെ സ്പെഷ്യലാക്കി മാറ്റണത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 3 മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയിലയാണ്. ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3/4 കിലോ. ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വിനീഗറൊക്കെ ചേർത്തിട്ടാണ് കഴുകിയെടുത്തിരിക്കുന്നത്. വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ഇട്ടിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവും. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിരിച്ചു വെച്ച് ഞാൻ അതുപോലെ തന്നെ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആവണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏത് ടൈപ്പ് വിനാഗിരി ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പും വിനിഗറും ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും തേച്ച് പിടിപ്പിക്കുക. നമ്മളിതുപോലെ വരഞ്ഞു കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ഉൾഭാഗത്തോട്ടും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. വിനിഗർ ഉപയോഗിക്കാത്തവർക്ക് ഇതിന് പകരമായിട്ട് നാരങ്ങ നീര് ഉപയോഗിക്കാം. പക്ഷേ വിനാഗിരി ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഇതുപോലെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അധികം എരിവുണ്ടാവില്ല, എരിവ് കുറവായിരിക്കും. പക്ഷേ ഇത് വീട്ടിൽ പൊടിച്ചെടുത്ത കാരണം അത്യാവശ്യം എരിവുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അത്രയ്ക്ക് ഒരു എരിവുണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും നമ്മുടെ ഫിഷ് ഫ്രൈക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കൂടുതൽ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ മസാലയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഓൾറെഡി മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇതിന് വേണ്ടിയിട്ട് മാത്രം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ വിനാഗിരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ളത് തന്നെ ചേർത്താലാണ് കറക്റ്റായിട്ട് മീനിൽ പിടിച്ചിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും അതിലോട്ട് സ്പ്രെഡാവും. ഈ മസാലയ്ക്ക് ഉപ്പ് പോരാ, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാവണം, എന്നാൽ കൂടി പോവുകയും ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഈ മീനിൽ ഇത് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. കൈവച്ച് തന്നെ ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മളിതുപോലെ വരഞ്ഞു കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു പോർഷനിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മീനിലും തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ തല കളഞ്ഞിട്ടില്ല എന്നുള്ളൂ, പക്ഷേ ഈ ഭാഗം ക്ലീൻ ചെയ്തെടുത്തത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും ഇതുപോലെ മാറ്റി വയ്ക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കണം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണുള്ളൂ. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഫിഷിൻ്റെ ഉള്ളിലേക്കൊന്നും തീരെ എരിവോ ഉപ്പോ ഒന്നും തീരെ കയറിയിട്ടുണ്ടാവില്ല. ഫിഷ് ഫ്രൈ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല.
ഓവർനൈറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കൂടുതൽ സമയം വെക്കണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് സമയമില്ലാത്ത കാരണമാണ് ഞാൻ വേഗം ഫ്രൈ ചെയ്യണത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവയാണ്. റവ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് റവ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ചെറിയ ടൈപ്പ് റവ ആയാലും കുഴപ്പമില്ല, വലിയ ടൈപ്പ് റവ ആയാലും കുഴപ്പമില്ല. ചെറിയ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി ഒന്നില്ലെങ്കിൽ ഇതിലേക്ക് മുക്കിയെടുക്കുക. നമ്മളിപ്പോൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ മുക്കിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണുള്ളൂ. തിരിച്ചു വെച്ചും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഈ റവ ചേർക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇതുപോലെ തന്നെ പിടിച്ചിരുന്നോളും, പോവൊന്നുമില്ല. ഞാൻ ഗോവയിൽ പോയ സമയത്ത് ഈ ഫിഷ് ഫ്രൈ കഴിച്ചിരുന്നു. നന്നായിട്ട് എല്ലാവിടെയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട് റവ ഇട്ട് കൊടുത്തപ്പോഴേ. ഓക്കെ, ഇത് മതി. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു കോട്ടിങ് തന്നെ കിട്ടും ഇതിന്, എല്ലാ ഭാഗത്തും ഒരുപോലെ. ഇനി ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനൊരു 2-3 പ്രാവശ്യം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ ഒരുപാട് റവ എടുക്കാണ്ട. ഒരുപാട് റവ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആയിട്ട് മാറും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഫിഷ് ഫ്രൈ ആവാൻ ആവശ്യത്തിന്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിപ്പോൾ ഏത് മീൻ വറുക്കണമെങ്കിലും എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ ഒട്ടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മീനിൽ ഒരുപാട് എണ്ണ കുടിക്കും. അതിപ്പോൾ എന്ത് ടൈപ്പ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കണമെങ്കിലും എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക എപ്പോഴും. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ പാൻ കുറച്ച് ചെറുതാണ്, എനിക്കിതിൽ ഒരെണ്ണം വെക്കാൻ പറ്റുള്ളൂ. ഈ അയിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള കാരണം എന്തായാലും ഇനിയിപ്പോൾ ഇതിൽ ഇട്ടു. ഞാനിപ്പോൾ അപ്പുറത്തൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്കിയുള്ള മീൻ വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മീൻ വറുക്കുന്നതൊക്കെ പെട്ടെന്ന് കഴിയും. എന്താ ഞാനിപ്പോൾ പാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ 3 മീനും ഇതിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എപ്പോഴും മീനൊക്കെ വറക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് മീൻ വറക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുക. അതിപ്പോൾ എന്ത് ടൈപ്പ് ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും സ്ലോലി കുക്ക് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇനി നമുക്ക് ഈ മീനൊന്ന് മറച്ചിടാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത മീനിപ്പോൾ റെഡി ആയിട്ടുണ്ടാവും ഒരു ഭാഗം. കണ്ടില്ലേ, ഈ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പുറം ഭാഗമായിരിക്കും ക്രിസ്പി, പക്ഷെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ. ഇപ്പം ഈ മീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കിനിത് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, പക്ഷെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അത്യാവശ്യം നല്ല സ്പൈസി തന്നെയാണിത്. അപ്പം നമ്മുടെ ക്രിസ്പി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലെത്തോളും. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം.